പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന HSS വ്യൂയിങ് ടീച്ചറുടെ പുതിയ PSC നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ് അല്ലേ. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇത് ഒരു അവസരമാണ് അല്ലേ, അവസരമാണ്. കാരണം 6 ജില്ലകളാണ് ഒരുമിച്ച് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പല ഡൗട്ടാണ്. എന്താണ് ഇതിനകത്ത് ഏത് ജില്ല അപ്ലൈ ചെയ്താലാണ് ജോലി സാധ്യതയുള്ളത്, അതുപോലെ തന്നെ ഏത് ജില്ല അപ്ലൈ ചെയ്താലാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നുള്ള ഡൗട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയേണ്ടത്. ഏത് ജില്ല അപ്ലൈ ചെയ്യണം, അതിന്റെ സാധ്യതകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ്, കൂടുതൽ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ മുമ്പത്തെ കട്ട് ഓഫ് മാർക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ HSIയുടെ തന്നെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന്റെ നമുക്ക് കാരണം നമ്മുടെ പഠനത്തെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി മുമ്പത്തുള്ള കാര്യങ്ങളൊന്നും കമ്പയർ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതിന്റെ കട്ട് ഓഫും അതിന്റെ നിയമന സാധ്യതകളും ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് ജില്ലയിൽ അപേക്ഷിക്കണം. ഇതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഒരു സംശയം. അറിയാം. അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ വിളിച്ചിട്ടുള്ള ജില്ലകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. ഓക്കെ, ആദ്യം തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല വിളിച്ചിട്ടുണ്ടല്ലോ, 6 ജില്ലകളിൽ തിരുവനന്തപുരം ഉണ്ട് അല്ലെ. അപ്പൊ തിരുവനന്തപുരം ജില്ല ഇപ്പോ നിലവിൽ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ടോട്ടൽ അഡ്വൈസ് പോയേക്ക് നോക്കി 31 അഡ്വൈസ് ആണ് നിലവിൽ പോയിട്ടുള്ളത്. അത് OCയിൽ 18, ഈടവ 21 റാങ്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ SCയിൽ SLR സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. മുസ്ലിം 23, LC 31 അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ടോട്ടൽ അഡ്വൈസ് തിരുവനന്തപുരത്തിന്റെ 31 ആണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ നേരത്തെ അപേക്ഷകർ എത്രയാണ്, അതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാരണം എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് ലിസ്റ്റിലേക്ക് വരാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ അപ്ഡേഷൻസിന് വേണ്ടി നിങ്ങൾ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി കോഴിക്കോടിന് നോക്കാം. കോഴിക്കോടിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് 33 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 33 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ ഈഴവ സപ്ലി ലിസ്റ്റിൽ നിന്നും റാങ്ക് 1 പോയിട്ടുണ്ട്. SC 2, മുസ്ലിം 33 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് കോഴിക്കോട് 33 ആണ്. ദെൻ അടുത്തത് കാസർഗോഡിലേക്ക് നമ്മൾ വരുമ്പോൾ, അങ്ങേറ്റത്തുള്ള അല്ലെ, കാസർഗോഡിലേക്ക് നമ്മൾ വരുമ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 27 അഡ്വൈസ് ആണ് ടോട്ടലായിട്ട് പോയിട്ടുള്ളത്. അത് OCയിലാണെങ്കിൽ 14, EWS 21, ഈഴവ 24, SC സപ്ലി ലിസ്റ്റിൽ തന്നെ പോയിട്ടുണ്ട് 1, 25 മുസ്ലിം, അങ്ങനെ 27 റാങ്ക് ആണ് അവിടെ പറയണത് കേട്ടോ. അപ്പൊ അഡ്വൈസ് ടോട്ടൽ പോയിട്ടുള്ളത് 27 അഡ്വൈസ് ആണ് ടോട്ടലായിട്ട് അവിടെ പോയിട്ടുള്ളത്. ഓക്കെ അല്ല. ഇനി അടുത്ത ജില്ല ഏതാണ്, എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ പൊതുവെ നോക്കുമ്പോൾ എന്താണ്, അവിടെ വേക്കൻസികൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ OCയിൽ ഒരെണ്ണേ പോയിട്ടുള്ളൂ. ടോട്ടൽ 3 അഡ്വൈസ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കാം. പൊതുവെ എറണാകുളത്ത് വേക്കൻസി കുറവായതുകൊണ്ടാണ് അങ്ങനെ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. കാരണം ഒത്തിരി സ്കൂളുകളുണ്ട് അവിടെ അല്ലെ. മലപ്പുറം ജില്ല ഒത്തിരി സ്കൂളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ടീച്ചിങ് വേക്കൻസികൾ നോക്കുമ്പോൾ ഏറ്റവും അധികം ചിലപ്പോൾ ആപ്ലിക്കൻസ് വരുന്നതും മലപ്പുറം ജില്ലയിലായിരിക്കും. അത് സ്വിംഗ് മാത്രമല്ല, ഏതെടുത്താലും അങ്ങനെ തന്നെ. അപ്പൊ അവിടെ ടോട്ടൽ അഡ്വൈസ് 78 പോയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ അഡ്വൈസ് 78 പോയിട്ടുണ്ട്. OCയിൽ 58 പോയിട്ടുണ്ട്. അവിടെ സപ്ലി ലിസ്റ്റിൽ നിന്ന് വരെ പോയിട്ടുണ്ട് കേട്ടോ. EWS സപ്ലി ലിസ്റ്റിൽ നിന്ന് 6ാം റാങ്ക്. അതുപോലെ തന്നെ 59 ഈഴവ, പിന്നെ SC ST, അതേപോലെ തന്നെ മുസ്ലിം 61, പിന്നെ SCയിലും സപ്ലി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. OBCന്ന് സപ്ലി ലിസ്റ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 78 കേട്ടോ. ടോട്ടൽ 78 അഡ്വൈസ് ആണ് PSC സൈറ്റിൽ നിലവിലുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നത്. 78 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ട അതിനകത്ത് പലതും ഇപ്പോഴും വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല. റാങ്ക് ലിസ്റ്റ് നിലവിൽ പോയിട്ടുള്ള അഡ്വൈസ് വെച്ച് നോക്കുമ്പോൾ ഇനി നിങ്ങൾ ഇത് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്, എവിടെ കൊടുത്താലാണ് സാധ്യത എന്നുള്ളത്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധ്യതയുള്ള ജില്ലകളിൽ, ഫോർ എക്സാമ്പിൾ മലപ്പുറം അങ്ങനെയൊക്കെയുള്ള ആയിരുന്നാലും ശരി, സാധ്യതയുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ ഒഴിവ് കൂടുതലുള്ള ജില്ലകളിൽ അവിടെ എന്താണ്, ആപ്ലിക്കൻസ് കൂടും, അതുപോലെ തന്നെ കോമ്പറ്റീഷനും കൂടും.
ഓക്കെ, കോമ്പറ്റീഷനും കൂടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് മാർക്ക് കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടികളാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും PSC കുറച്ച് ആളുകളെ മതിയെങ്കിൽ അവരെന്ത് ചെയ്യും, കട്ട് ഓഫ് മാർക്ക് കൂട്ടും. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ള ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കൂടാം, കോമ്പറ്റീഷൻ കൂടാം, കാരണം എല്ലാവരും പഠിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവുകളുള്ള ആ ജില്ലകളിലുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുകയാണ്, എന്ത് വന്നാലും വേണ്ടിയില്ല, ഇതൊരു അവസരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, കാരണം 6 ജില്ലകൾ ഒരുമിച്ച് വിളിക്കുമ്പോൾ അത്രയും ആപ്ലിക്കൻസ് അവിടെ കുറയും. നേരത്തെ 1-2 ജില്ലകൾ വിളിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 ആപ്ലിക്കൻസ് ടോട്ടൽ ഉണ്ട് എങ്കിൽ ഈ 1000 പേരും ഒരു ജില്ലയിൽ തന്നെയല്ലേ എഴുതുന്നത്. അപ്പൊ അത്രയും പേര് നമ്മൾ കവർ ചെയ്തിട്ട് വേണം റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ. നേരെ മറിച്ച് 6 സ്പ്ലിറ്റ് ആയിട്ട് പോകുമ്പോൾ അത്രയും എണ്ണം എന്ത് ചെയ്യും, കുറയും. ചിലപ്പോൾ 100, 200, 250, 300 ആ റേഞ്ചിലേക്ക് അപേക്ഷകർ വരും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് കേട്ടോ, ടോട്ടലല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരാം. അപ്പോൾ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക്. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള, പല ആളുകളും ഏജ് ഓവറായി നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കേട്ടിട്ട് ഇപ്പൊ പാസ്സായിട്ടുള്ള ആളുകൾക്കും എഴുതാം. അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയുന്ന നിർബന്ധമൊന്നുമില്ല. ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതൊരു അവസരമാക്കി വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. സിലബസ് PSC മുമ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സിലബസിന് തന്നെയാണ് ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ ചില കുട്ടികൾ വന്നിട്ട് ആദ്യം ചോദിക്കും, സാർ PYQ ക്വസ്റ്റ്യൻസ് ഇല്ലേ, സാർ ലൈവ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. അതല്ല, നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ PSCയുടെ സിലബസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. കൂടുതൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ മതി. ഈ സിലബസിനെ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അതും സീയിങ് മാത്രമല്ല, GK കൂടി നിങ്ങൾ കവർ ചെയ്യണം. ആ GKയുടെ ഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇന്ന് മുതൽ, നാളെ മുതൽ എന്നുള്ളൊരു ചിന്തയില്ല. ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിലേക്ക് വരുവാനും ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി, പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലി, ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കാത്ത ആരാണുള്ളത്. അപ്പൊ നമ്മളൊന്ന് പരിശ്രമിച്ച്, ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതിയാകുന്നതാണ് കേട്ടോ. അക്കലോറയിൽ HSA സ്വിയിങ്ങിന്റെ പുതിയ ബാച്ച് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്, റെക്കോർഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ഏത് സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ എക്സാം എടുക്കുമ്പോൾ റിവിഷൻ ക്ലാസ്സും ലൈവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കാനും തുടക്കം മുതൽ തന്നെ ക്ലാസ്സിൽ കണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. നേരത്തെ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഒരു ഗവൺമെന്റ് ടീച്ചർ ആക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ കമ്മ്യൂണിറ്റിയിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ്, അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ പുതിയ വീഡിയോയുമായി പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.